ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും 1076 വ്ളോഗിലേക്ക് സ്വാഗതം. പഴംപൊരിയും ബീഫുമാണ് ഇന്നത്തെ ഐറ്റം. അതൊരു വെറൈറ്റി കോമ്പിനേഷനാണ് കേട്ടോ. അതൊന്ന് കഴിച്ചു നോക്ക്. പഴംപൊരിയും ബീഫ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എന്താ സംഭവം എന്നുള്ളത്, പക്ഷെ കഴിക്കുമ്പോൾ ടേസ്റ്റിയാണ്, അടിപൊളിയാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യണം. ഞാനിത് യാദൃശികമായിട്ടാണ് കഴിക്കുന്നത്. എറണാകുളം പോണ വഴി ഒരു ഹോട്ടലിൽ കയറിയപ്പോൾ ഈ വെറൈറ്റി ആയിട്ട് ഞാൻ അവിടെ കണ്ടു. അപ്പോൾ എന്തായാലും ഒന്ന് മേടിച്ച് കഴിച്ചു നോക്കുക എന്നുള്ള രീതിയിലാണ് ഞാനിത് ആദ്യമായിട്ട് കഴിക്കുന്നത്. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായിട്ട് തോന്നി ഈ കോമ്പിനേഷൻ. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം, പഴംപൊരിയും ബീഫും. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമ്മളിവിടെ പഴംപൊരിക്കുള്ള മാവ് തയ്യാറാക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 കപ്പ് മൈദ, 1/2 കപ്പ് വറുത്ത പച്ചരിപ്പൊടി, പിന്നെ നമ്മൾ 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി. അപ്പോൾ നമ്മൾ മുളക് പൊടി ഇടുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വേറൊരു ടേസ്റ്റാണ് അതിന് വരിക, അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, 2 സ്പൂണ് പഞ്ചസാര. ആ പഞ്ചസാരയും മുളക് പൊടിയും ഒക്കെ കൂടി ആകുമ്പോൾ വെറൈറ്റി ഒരു ടേസ്റ്റാണ് വരിക. പിന്നീട് അതിലൊരു കോഴിമുട്ട ചേർക്കണം. പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് മാവിനെ പാകപ്പെടുത്തണം. അപ്പോൾ ആ മാവിൻ്റെ ഒരു പഴം മുക്കിയിട്ട് നമ്മൾ ഇടുമ്പോൾ ആ മാവിനൊരു കട്ടി വരുമല്ലോ, അതിൻ്റെ ഭാഗമാണ് ഞാൻ വെള്ളം ഒഴിക്കുന്നത്. നമ്മുടെ മാവ് ഏകദേശം ശരിയായിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് മാവ് ഈ പരുവത്തിലാണ് കിട്ടേണ്ടത്. ഇനി അതിലേക്കുള്ള പഴം നമുക്ക് അരിഞ്ഞ് വയ്ക്കൽ മാത്രമേ നമ്മളിപ്പോൾ ചെയ്യുള്ളൂ. അതിന് ശേഷം നമ്മൾ ബീഫ് റോസ്റ്റിൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ടാണ് പഴം പൊരിക്കുള്ളൂ. അത് രണ്ടും ചൂട്ടോടെ നമ്മൾ കഴിക്കുമ്പോഴാണ് നമുക്കതിൻ്റെ ശരിയായ ടേസ്റ്റ് കിട്ടുക. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇനി നമ്മൾ ബീഫ് റോസ്റ്റിന്റെ പരിപാടിക്ക് കിടക്കുകയാണ്. ഈ ബീഫ് റോസ്റ്റിന് പ്രത്യേകത ഉണ്ട് കേട്ടോ, അത് ലാസ്റ്റ് പറയാം. നമ്മൾ 1/2 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. അത് കുക്കറിലേക്ക് ആദ്യം ഇട്ട് കൊടുക്കുക. അതിലേക്ക് 4 സവോള എടുത്തിട്ടുണ്ട് അരിഞ്ഞത്, പിന്നെ 2 പച്ചമുളക്, 2 വലിയ തക്കാളി, പിന്നെ കുറച്ച് വേപ്പില. ഈ മാറ്റി വെച്ചിട്ടുള്ള വേപ്പിലയും പച്ചമുളകും നമുക്ക് ലാസ്റ്റിൽ ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാലകൾ നോക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 3 ടീസ്പൂൺ മുളക് പൊടി. മുളക് പൊടി നമുക്ക് എരിവ് നോക്കിയിട്ട് വീണ്ടും വേണമെങ്കിൽ ഇടാം. അപ്പോൾ 3 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നോക്കിയിട്ട് ഇട്ടാൽ മതി. പിന്നെ 1/4 ടീസ്പൂണ് പെരിഞ്ജീരകം പൊടിച്ചത്. ഇതിലേക്ക് പിന്നെ നമ്മൾ വേറെ മസാലകളൊന്നും ഉപയോഗിക്കുന്നില്ല കേട്ടോ. നമ്മൾ വെളുത്തുള്ളി ഇല്ല, പിന്നെ ഇഞ്ചി ഇല്ല, ഗരം മസാല ഇല്ല, ഇതൊന്നും നമ്മൾ ഇട്ടിട്ടില്ല. ഇതൊന്ന് വലിയ കുക്കറിലേക്കൊന്ന് മാറ്റുന്നത് ചെറുതില്. അതിന്റെ കാര്യം പറയും, ഇത് പണി കിട്ടിയതാണ്. ഈ ചെറുതിൽ തന്നെ വെക്കാന്ന് വെച്ചിട്ടാണ് ചെയ്തത്, പക്ഷെ അതില് മിക്സ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ വലുതിലേക്ക് മാറ്റിയാണ്. ഒരു 3 ടീസ്പൂണ് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്യുക, കൈ കൊണ്ട് നന്നായിട്ട് തിരുമ്മി മിക്സ് ചെയ്യുക. പിന്നെ എരിവിന്റെ കുറച്ച് കുറവുണ്ട്, അപ്പൊ അത് കാരണം 1 ടീസ്പൂണും കൂടി മുളക് പൊടി ഇട്ടിട്ടുണ്ട്. അപ്പൊ ടോട്ടല് 4 സ്പൂണ് മുളക് പൊടി ആയിട്ടുണ്ട്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിലേക്ക് കുറച്ച് 1 നുള്ളു ഉലുവ ഇട്ട് കൊടുക്കുക. ഇനി അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. നന്നായി തിരുമ്മിയിട്ട് മിക്സ് ചെയ്യുക. ഇത് മൂടി വെച്ചിട്ട് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അതിങ്ങനെ തന്നെ വേവിച്ചെടുക്കുക. വെള്ളം ഇനിയിപ്പോൾ സബോള അതൊക്കെ തക്കാളിയൊക്കെ നമ്മളിപ്പോൾ തിരുമ്മി ഇതാക്കിയപ്പോൾ തന്നെ അതിൽ നിന്ന് തന്നെ ഇറങ്ങിയിട്ടുണ്ട് വെള്ളം. ഇത് നേരെ വിസിലടിപ്പിക്കുക. വേറൊരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ. ഈ ഇറച്ചി ഫസ്റ്റ് ഇടുമ്പോൾ അതിൽ തീരെ വെള്ളം പാടില്ല. കഴുകി വാർത്ത് വെച്ചതിന് ശേഷം മാത്രം, ഫുള്ള് വെള്ളം പോയതിന് ശേഷമാണ് നമ്മൾ കുക്ക് ചെയ്തെടുക്കുന്നത്. വിസിലടിച്ചിട്ടുണ്ട്. ഇനി ഫ്ലെയിം കുറച്ചിട്ടിട്ട് 4ാമത്തെ വിസിലടിക്കുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം. ഇപ്പം അടുപ്പ് മാറ്റിയിട്ടുള്ളത് നമ്മളെ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ്. പഴം പൊരിക്കാൻ ചട്ടി വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അടുപ്പ് ചേഞ്ച് ചെയ്തത്. അത് കാര്യമാക്കണ്ട. അപ്പോൾ 4ാമത്തെ വിസിലും വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമുക്കിത് പഴം പൊരിച്ചെടുക്കാം. ഓയിൽ ചൂടായിട്ടുണ്ട്. നമുക്കിനി ഇത് പഴം പൊരിച്ചെടുക്കുന്ന ടൈം ആകുമ്പോഴത്തേനും കുക്കറിലത്തെ ആവിയൊക്കെ പോയി കിട്ടും. അപ്പോൾ അതിൻ്റെ മുകളിൽ ഇനി കുറച്ചും കൂടെ പണിയുണ്ട്, ബീഫ് റോസ്റ്റിൻ്റെ മുകളിൽ. അപ്പോൾ പഴംപൊരി ആയി വരാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ആ ഗ്യാപ്പിൽ നമുക്കൊരു പരിപാടി ഉണ്ട്. എന്ത് പരിപാടിയാണ്? അതല്ല മെയിൻ പരിപാടി. നമ്മളെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാ. അത് വലിയ പരിപാടിയല്ലേ. പിന്നെ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണം.
അപ്പോൾ നമ്മളുടെ പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി പഴംപൊരി ബീഫും കൂടി കഴിക്കുമ്പോൾ അതിലേക്ക് ഒരു സൈഡായിട്ടൊരു സംഭവം കൂടെ ഉണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഒരു സബോള അരിഞ്ഞത്, അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ഉപ്പ്, കുറച്ച് ചെറുക്ക, ഇത്രയും ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഇതാണ് നമ്മളുടെ സൈഡായിട്ടുള്ളത്. ഒരു ഭംഗിക്ക് ഇരിക്കട്ടെ. ഭംഗിയൊന്നല്ല, ടേസ്റ്റും ഉണ്ട്. അതന്നെ പറഞ്ഞത്. അപ്പോൾ നമ്മളിതാ ബീഫ് റോസ്റ്റ് ഇവിടെ 3/4 ഭാഗം വരെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ലാസ്റ്റായിട്ട് നമ്മൾ 1 ടീസ്പൂൺ സോയാ സോസ് ഒഴിച്ചു കൊടുക്കുക. പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇനി ഇത് കുരുമുളക് പൊടി ഇട്ടതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് നമ്മൾ വഴറ്റിക്കൊണ്ടിരിക്കുക. വഴറ്റിയിട്ട് അതിലത്തെ വെള്ളം മൊത്തം വറ്റിക്കുക. ഇതിലേക്ക് വേപ്പില 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് മൂടി വെക്കുക. അപ്പോൾ നമ്മളുടെ വെറൈറ്റി ആയിട്ടുള്ള പഴംപൊരിയും ബീഫ് റോസ്റ്റും ഇവിടെ റെഡി ആയിട്ടുണ്ട്. പഴംപൊരിയും ബീഫ് റോസ്റ്റ് അപ്പം ഒന്ന് ടെസ്റ്റ് അടിച്ച് നോക്കണം, നല്ലതാട്ടാ. സംഭവം കിഡു ആയിട്ടാണ്. ഞാൻ അച്ചാറും ഞാനത് എറണാകുളത്ത് നിന്നാണ് കഴിച്ചുള്ളത്. എറണാകുളത്ത് ഇത് സ്പെഷ്യലാണ്, പഴംപൊരിയും ബീഫും. ടേസ്റ്റാണ്. എനിക്കുള്ള ബാക്കി വെച്ചോട്ടാ, ഞാൻ വീഡിയോ എടുക്കണ നോക്കണ്ട. നല്ല എരിവും നല്ല മധുരം. ഇതിന്റെ കോമ്പിനേഷൻ പഴംപൊരിനെ പീഡിപ്പിച്ച ആ ഉള്ളിയും കൂടി മിക്സ് ചെയ്തടി. അപ്പോൾ പഴംപൊരിയും ബീഫ് റോസ്റ്റിൻ്റെയും കഥ കഴിഞ്ഞ് ഇതങ്ങനെ ആയി. അവസ്ഥ കണ്ടില്ല എല്ലാവരും. ഇതൊന്നും കണ്ടിട്ട് ഇനി സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ലൈക്ക് ചെയ്യാണ്ടിരിക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ഓക്കെ.